ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റിന് റിപ്ലൈ ചെയ്യാമെന്ന് കരുതിയിട്ടാ. അപ്പം നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചും അതിലെന്താ സ്പെഷ്യൽ എന്നും ആൻഡ് ആഫ്റ്റർ നഴ്സിംഗ് അത് എങ്ങനെ പോകുന്നെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരു മിനിറ്റിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നഴ്സിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത പ്രൊഫഷൻ തെറ്റിയിട്ടില്ല, നല്ല അടിപൊളി പ്രൊഫഷൻ തന്നെയാണ് നഴ്സിംഗ്. ഒരു രോഗിനെ ശുശ്രൂഷിക്കുകയും അവരുടെ സ്നേഹം കിട്ടുന്നതും അവരുടെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടുന്നതും ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. മുന്നോട്ട് നഴ്സിംഗ് എടുക്കാൻ പ്ലാനുള്ള വിദ്യാർത്ഥികളോട് ഞാൻ പറയാം, കുറച്ചേ എഴുതാനുള്ളൂ, കുറച്ചേ പഠിക്കാനുള്ളൂ എന്ന് കരുതി ഈ പ്രൊഫഷനിലേക്ക് വരാൻ നിൽക്കേണ്ട. ഇവിടെ കുറേ എഴുതാനും കുറേ പഠിക്കാനും ഉണ്ട്. കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, കേസ് പ്രസന്റേഷൻ, അസൈൻമെന്റ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഏവിയേറ്റ് തീർന്നിട്ടില്ല. ഇനി അവർക്ക് തരണമെന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് എഴുതാൻ തരും. നമ്മളത് എഴുതി സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേറെ കറക്ഷൻസും നമുക്ക് കിട്ടും. ഇതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല. പിന്നെ നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യുക. ഇനി നഴ്സിംഗ് മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ പോകുമ്പോൾ നല്ല കോളേജാണോ, ഹോസ്റ്റൽ എങ്ങനെയാ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഫുഡൊക്കെ അന്വേഷിച്ചതിന് ശേഷം ആഫ്റ്റർ നഴ്സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പണിയാണ്, കഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ നല്ല കഷ്ടമുണ്ട്. ഇനിയിപ്പോൾ ജോലിയിൽ കയറിയിട്ടുള്ള കാര്യം പറയണോ? എന്തായാലും നഴ്സിംഗ് അടിപൊളിയാണ്. അപ്പം ഇത്രയുള്ളൂ. ടാറ്റാ.